തൃശൂർ വെള്ളറക്കാട് വയോധികയെ കടിച്ചുകൊന്ന നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. നായയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മറ്റ് 2 വളർത്തുനായ്ക്കളെ കൂടി ഈ നായ കടിച്ചിരുന്നു. MS ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ്, ഇന്നലെ നമ്മൾ വളരെ ഞെട്ടലോടെ കേട്ടതാണ് ആ ദാരുണ അന്ത്യത്തിന്റെ വാർത്ത. ഇപ്പോൾ പേവിഷബാധയുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായ ആ പ്രദേശത്ത് ആശങ്ക കൂടുമല്ലോ. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും. അതായത് ഈ കാർത്യായനി എന്ന് പറയുന്ന വയോധികയാണ് വീടിനകത്ത് കയറി ഈ തെരുവ് നായ കടിച്ച് കൊലപ്പെടുത്തിയത്. അതായത് വളരെ ക്രൂരമായ ഒരു സംഭവം തന്നെയാണ്. വീട്ടിനകത്ത് കയറി ഈ നായ കടിച്ചു കയറിയ സംഭവം. അതിനൊപ്പം തന്നെ ഈ കാർത്യായനിയുടെ മകനെയും, ഈ അമ്മയുടെ മകനെയും ഈ തെരുവ് നായ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ മകനും ഈ കിടപ്പ് രോഗിയായിരുന്നു. ആ മകനെയും ഗുരുതരമായി കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ നായ ഈ വീടിനകത്ത് കയറുന്നതിന് മുൻപേ തന്നെ വീടിന് അടുത്തുള്ള വീട്ടിലെ ഒരു നായയെ കൂടി കടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിലൂടെ പോയ മറ്റൊരു നായയെയും കടിച്ചിട്ടുണ്ട്. അങ്ങനെ 2 നായ്ക്കളെ ഈ അക്രമകാരിയായ നായ കടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നാട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഒരു സംഭവത്തിന് ശേഷം വൈകുന്നേരത്തോടു കൂടി ഈ നായയെ പിടികൂടുകയും പിന്നീട് അതിനെ പിടികൂടിയ ശേഷം അതിനെ ഈ നാട്ടുകാർ തന്നെ തല്ലുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പിന്നീട് ആ നായ ചത്തുപോവുകയും ചെയ്തു. ആ നായയുടെ സാമ്പിൾ എടുത്തതിന് ശേഷം ഈ നായ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്നുള്ള പരിശോധന നടത്തി. ആ പരിശോധനാ ഫലം വന്നിരിക്കുകയാണ്. നായ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ആ കടിയേറ്റവർക്ക് കൂടുതൽ പരിചരണം ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഈ നായ്ക്കൾക്ക് മുൻകരുതലിൻ്റെ ഭാഗമായി കടിയേറ്റ നായ്ക്കൾക്ക് വാക്സിനേഷൻ ഈ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ നാട്ടുകാർ മുൻപേ തന്നെ ഇത്തരത്തിൽ ഈ നായ്ക്ക് പേ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് പറഞ്ഞിരുന്നത്. ആ ആശങ്ക ശരിവെക്കുന്ന രീതിയിലാണ് ടെസ്റ്റ് റിസൾട്ട് വന്നിരിക്കുന്നത്.